ഈശോമിശിഹായിൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 16-ാം തിരുവചനം നമുക്കെല്ലാവർക്കും അറിയാവുന്ന വചനമാണ്. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടിയായിരിക്കുവാൻ മറ്റൊരു സഹായകനെ നിങ്ങൾക്ക് തരികയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, മാമോദീസായിലൂടെ നിത്യസഹായകനായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നിത്യം വസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ആഴ്ച ഒരു ചേച്ചി പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിക്കുകയുണ്ടായി. ഈ ചേച്ചിയുടെ മകൻ വിദേശത്താണ്, വിസയ്ക്ക് എന്തോ തടസ്സം വന്നു, അത് ക്രമീകരിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഇങ്ങനെ പറഞ്ഞു. ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഈ ചേച്ചി പറഞ്ഞു, അതിനേക്കഴിഞ്ഞും അത്യാവശ്യമായിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് പരിശുദ്ധാത്മാവിനെ അനുഭവിച്ചറിയുവാനും പരിശുദ്ധാത്മാവിന്റെ സ്വരം കേൾക്കുവാനും ഒക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഇങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഉറപ്പായിട്ടും ഞാൻ ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് ഈ ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അപ്പോൾ എന്നിലുള്ള ഒത്തിരി അഭിഷേകമൊന്നും ഇല്ല, ഉള്ള അഭിഷേകവും കൃപകളൊക്കെ ഈ ചേച്ചിയുടെ മേൽ വ്യാപരിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, പരിശുദ്ധ അമ്മ മാതാവ് എലിസബത്തിനെ സന്ദർശിച്ചപ്പോൾ എലിസബത്തിന്റെ ഉള്ളിൽ കിടന്ന ശിശു പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് കുതിച്ചു ചാടുകയുണ്ടായി എന്ന് നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉള്ളിലുള്ള ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം മറ്റുള്ളവർക്ക് വേണ്ടി പകരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരിലേക്ക് ആത്മാവിന്റെ അഭിഷേകം പകരപ്പെടും. എന്നാൽ ഇന്ന് പലരും അങ്ങനെ പ്രാർത്ഥിക്കാറില്ല. എന്നിലൂടെ തന്നെ ദൈവരാജ്യം വളരണം, എന്നിലൂടെ തന്നെ ആത്മാക്കളെ നേടണം, എന്നിലൂടെ തന്നെ ശുശ്രൂഷകൾ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ചാണ് പലരും മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉള്ളിലുള്ള ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മൾ മറ്റുള്ളവരിലേക്ക് പകരപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരിലേക്കും ഈ അഭിഷേകം വ്യാപരിക്കും. അങ്ങനെ ഈ ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഈ ചേച്ചിക്ക് ഒത്തിരി സന്തോഷമായി. ഇന്നലെ ഈ ചേച്ചി വിളിച്ചപ്പോൾ പങ്കുവച്ച ഒരു കാര്യമാണ്, ഈ ചേച്ചിയുടെ മകന് സ്കൂളിലേക്ക് എന്തോ ആവശ്യത്തിന് ബുക്ക് വേണം എന്നിങ്ങനെ ടീച്ചർ പറഞ്ഞു. അപ്പോൾ ഇത് എല്ലാ കടകളിലും ഇല്ല. ടൗണിലേക്ക് ബുക്ക് മേടിക്കുവാൻ വേണ്ടി പോയപ്പോൾ പരിശുദ്ധാത്മാവിനോട് ഈ ചേച്ചി ചോദിച്ചു എന്നിങ്ങനെ പറഞ്ഞു, പരിശുദ്ധാത്മാവ്, ഞാൻ ഏത് കടയിലാണ് ബുക്ക് മേടിക്കാൻ വേണ്ടി കയറേണ്ടത് എന്നിങ്ങനെ ചോദിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് ഈ ചേച്ചിയോട് ഇങ്ങനെ പറഞ്ഞു, ഇന്ന കടയിൽ കയറി ബുക്ക് അവിടെ കിട്ടും, അവിടെ പോയി മേടിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഈ ചേച്ചി ആ കടയിൽ ചെന്നപ്പോൾ ഈ ചേച്ചിക്ക് ആവശ്യമായ ബുക്ക് അവിടെ തന്നെ ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നിത്യജീവിതത്തിൽ നിത്യ സഹായകനായ, ചെറിയ കാര്യത്തിലും വലിയ കാര്യത്തിലും നിത്യ സഹായകനായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് നമ്മളൊരു കാര്യം ചോദിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കും. ഇപ്പോഴേ ഈ ചേച്ചി ചോദിച്ചു, എനിക്ക് ഈ ബുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്, ഏത് കടയിൽ കയറി മേടിക്കണമെന്ന് ചോദിച്ചപ്പോൾ ഇന്ന കടയിൽ കയറി മേടിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ അതനുസരിച്ചപ്പോൾ ഇനിയും പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കും. നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ പരിശുദ്ധാത്മാവിനോട് ചോദിക്കുമ്പോൾ നമ്മളതിന് പ്രത്യുത്തരം കൊടുക്കുമ്പോൾ പരിശുദ്ധാത്മാവുമായുള്ള ഒരു വ്യക്തി ബന്ധത്തിലേക്ക് കടന്നു വരുവാൻ സാധിക്കുകയും എല്ലാ കാര്യങ്ങളും പരിശുദ്ധാത്മാവ് നമുക്ക് പറഞ്ഞു തരികയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, മാമോദീസായിലൂടെ നമ്മുടെ ഉള്ളിൽ നിത്യസഹായകനായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വസിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് വിശ്വസിക്കണം. എന്നാൽ ഇന്ന് പലരും പരിശുദ്ധാത്മാവിനെ കിട്ടുവാൻ വേണ്ടിയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തിൽ നമ്മൾ പാപം ചെയ്യുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നഷ്ടപ്പെടുന്നുണ്ട്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ പാപം ചെയ്യുമ്പോഴും പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കും. എന്നാൽ നമ്മൾ കുമ്പസാരത്തിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അനുദപിച്ച് ഈശോയെ സ്വീകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവുമായുള്ള വ്യക്തിബന്ധത്തിലേക്ക് കടന്നു വരുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിനെ സ്നേഹിച്ച് പരിശുദ്ധാത്മാവിന്റെ സ്വരം കേട്ട് പരിശുദ്ധാത്മാവിനോട് ഓരോ കാര്യങ്ങളും ചോദിച്ച് മുൻപോട്ട് പോകുമ്പോൾ ആത്മീയ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും പരിശുദ്ധാത്മാവിന്റെ ഇടപെടലുകൾ നിത്യം നമുക്ക് കാണുവാൻ സാധിക്കും. ഈശോ നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ ഇഷ്ടമണവാട്ടിയായ പരിശുദ്ധ അമ്മ മാതാവിനോട് ചേർന്ന് എപ്പോഴും ജപമാലയൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിനോട് ചേർന്ന് ഒരു ആത്മീയ ജീവിതം നയിക്കുന്നവരായിട്ട് മാറുവാൻ നിങ്ങളെ ഓരോരുത്തരെയും നിത്യസഹായകനായ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആവേ മരിയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.